എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെടികളുടെ വീഡിയോ ഉണ്ടോ ഈ കാണിക്കുന്നത്. എൻ്റെ വീടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് എനിക്കിവിടെ. കാരണം ഇവിടെ പലതരം അഗ്ലോണിമ ചെടികൾ ഇങ്ങനെ ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ അരികിൽ വന്ന് നിൽക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ, ഭയങ്കര ഒരു കളർഫുൾ ഏരിയ ആണ് കേട്ടോ ഇവിടെ. ഇതിൽ ഒട്ടുമിക്ക ചെടികളും ഉണ്ട്. പിന്നെ ഒരുപാട് വിലയുള്ള ചെടികൾ എൻ്റെ കയ്യിൽ കുറവാണ്. എന്നാലും 2500 രൂപ വരെ വിലയുള്ള അഗ്ലോണിമാസ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ കുറച്ച് ആന്തൂറിയംസും ഉണ്ട്. ഒരുവിധം എല്ലാ ചെടികളും ഈ ഭാഗത്താണ് ഞാൻ കൂടുതലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഈ ചെടിയിൽ നിന്ന് നമ്മൾ ഏതൊക്കെ ചെടികളാണ് സെയിലിന് റെഡിയാക്കിയിട്ടുള്ളതെന്ന് കണ്ടു നോക്കട്ടെ. അപ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട ഒരു അഗ്ലോണിമയാണിത്. വലിയ ഒരു പോട്ട് ഫുള്ളായിട്ട് വിടർന്ന് നിൽക്കുന്ന ചെടിയാണിത്. പിന്നെയുള്ളത് ഇത് ജയ്പോങ് റെഡിൻ്റെ ചെറിയ ചെടിയാണ്. അടുത്തത് 10 ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ്. ഇത് ജയ്പോങ് റെഡിൻ്റെ തന്നെ കുറച്ച് വലുപ്പമുള്ള പ്ലാന്റ് ആണ്. നല്ല കളർ വന്നിട്ടുണ്ട്. തിക്കായ റെഡ് പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു ചെടിയാണ്, കണ്ടില്ലേ, ഇതും നല്ല റെഡ് കളർ കയറി വരുന്നൊരു പ്ലാന്റ് ആണ്. അടുത്തത് റെഡ് പനാമയാണ്. ഇതും നല്ല ഭംഗിയുള്ള ചെടിയാണ്. അടുത്തതായിട്ട് ബിഗ്രോയുടെ വലിയൊരു പ്ലാന്റ് ആണ്, മദർ പ്ലാന്റ് ആണിത്. നല്ല കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് ബോക്സറാണ്. ബോക്സറിൻ്റെ വലിയ പ്ലാന്റ് ആണ്. നല്ല ബുഷിയായിട്ടുള്ള ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇത് ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട മറ്റൊരു ഭംഗിയുള്ള ചെടിയാണിത്. ഇതും നല്ല വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയോടെ വളരുന്ന പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഓവൽ ഷേപ്പ് ലീഫാണ്. ഇനിയുള്ളത് സ്റ്റാർ ഡസ്റ്റിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ചെറിയ സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായി മാറുന്ന ചെടിയാണ്. അടുത്തത് റെഡ് വാലന്റൈൻ ആണ്. നല്ല റെഡ് കളർ കയറി വരുന്ന റെഡ് വാലന്റൈൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതും വലിയ പ്ലാന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വിദൂരിയുടെ പ്ലാന്റ് ആണ്. അത്യാവശ്യം മെച്ചോർഡായി വന്ന പ്ലാന്റ് ആണ്. വളരും തോറും ഭംഗി കൂടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇനിയുള്ളത് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റ് ആണ്. മെച്ചോർഡായ കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്തത് പിങ്ക് വാലന്റൈൻ ആണ്. പിങ്ക് കളറായിട്ട് വരുന്ന ചെടിയാണിത്. ഇതിൽ 2 തൈകളുണ്ട്. അടുത്തത് യെല്ലോ ഫ്രോസൺ ആണ്. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്തത് മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് വലിയതും ചെറുതൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട്. ഇനിയുള്ളത് യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൽ നമ്മുടെ കയ്യിൽ കൂടുതൽ പ്ലാന്റുകളില്ല. ഇത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് പീച്ച് പനാമയാണ്. പീച്ച് പനാമയുടെ നല്ല പ്ലാന്റ് ആണ് കയ്യിലുള്ളത്. നല്ല ബുഷിയും ഹെൽത്തിയും ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ. ലെമൺ യെല്ലോയും ഗ്രീനും കൂടെ മിക്സായി അതിന് മധ്യത്തിലൂടെ വൈറ്റ് കളർ സ്പ്രെഡായി വന്നിട്ടുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ്. നല്ല ലൈറ്റ് കളർ പിങ്കും ഗ്രീനും കൂടെ മിക്സായ ഒരു അടിപൊളി പ്ലാന്റ് ആണ്. ഇനിയുള്ളത് റിഫ്ലക്ടറിൻ്റെ ചെറിയ പ്ലാന്റ് ആണ്. ഇതും ബുഷിയായി വന്നിട്ടുണ്ട്. മദർ പ്ലാന്റ് ഒന്നുമല്ല. ഇനി കാണിക്കുന്ന ഈ പ്ലാന്റും അതുപോലെ ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ നല്ല ഹെൽത്തി ആയതും ബുഷിയായതും. പിന്നെ അതിനോടൊപ്പം തന്നെ ഫെലഡൻഡ്രോണിൻ്റെ വലിയ ചെടികൾ നമ്മുടെ കയ്യിൽ സെയിലിന് റെഡിയാണ്. ഇത് നമ്മുടെ വരാന്തയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന ഭംഗിയുള്ള ഒരു ചെടിയാണ്. അടുത്തത് ഹെങ്ങിൻ്റെ നല്ല കളർഫുള്ളായി വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെയുള്ളത് പീക്കോക്ക് പ്ലാന്റ് ആണ് കേട്ടോ. ഇതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് റെഡിയാണ്. പിന്നെയുള്ളത് ഇത്രയും ബുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ്. അടുത്തത് റെഡ് എമറാൾഡ് പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെയുള്ളത് പിങ്ക് സ്പ്ലാഷിൻ്റെ നല്ല പ്ലാന്റുകളാണ്. അടുത്തത് ഈ ഒരു നോർമൽ വെറൈറ്റിയിൽപ്പെട്ട ഭംഗിയുള്ള പ്ലാന്റ് ആണ്. പിന്നെ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു
പ്ലാന്റ് ആണ്. ഇതും മദർ പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഉള്ളത് കലാത്തിയ പ്ലാന്റുകളും ബാക്കിയുള്ള ചെടികളൊക്കെ ഞാൻ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ചെടികൾ വില കൊണ്ടും കാഴ്ച കൊണ്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണിച്ച ചെടി തന്നെ അയച്ചു തരണം എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരണം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.